ഇങ്ങനെ മുടി അഴിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി മുടിയുടെ രഹസ്യം എന്തുവാ, മുടിയിൽ എന്താണ് തേക്കുന്നത്, മുടിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുമോ, ഏതെണ്ണയാണ് എന്നൊക്കെ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുനാൾ മുതലേ എൻ്റെ അമ്മ കാച്ചിത്തരുന്ന എണ്ണയാണ് തലയിൽ തേക്കാറുള്ളത്. അപ്പോൾ മുടി പൊട്ടിപ്പോവുകയോ അറ്റം മുറിയുകയോ ഒന്നും ചെയ്യാറില്ല. നല്ല ബലവും നല്ല കരുത്തോടു കൂടിയുള്ള മുടിയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അത് മുടി ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഈ എണ്ണ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തേക്കണം. ആ എണ്ണ എങ്ങനെയാണ് കാച്ചുന്നത് എന്നുള്ള റെസിപ്പിയും ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് കാച്ചുന്നതെന്ന് നോക്കാം. ഇത് കറ്റാർ വാഴയാണ്. ഇത് വീട്ടിൽ തന്നെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. എണ്ണ കാച്ചുന്നതിനും മുഖത്ത് തേക്കാനുമൊക്കെ ഇത് ഉപയോഗിക്കും. പിന്നെ നമ്മുടെ എണ്ണ കാച്ചുന്നതിൻ്റെ മെയിൻ ഒരൈറ്റമാണ് ഈ കറ്റാർ വാഴ. അതിൻ്റെ ജെല്ലെടുക്കുക. അടുത്തത് ഇത് കൈതോന്നിയാണ്. കൈതോന്നി എണ്ണ കാച്ചുന്നതിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു ഘടകമാണ്, ഒരു വെള്ളപ്പൂവിലുള്ളത്. ഇത് ബ്രഹ്മിയാണ്. ബ്രഹ്മി വീടുകളിൽ വളർത്താറുണ്ട്. പിന്നെ നെല്ലിക്കയാണ് വേണ്ടുന്നത്. ഇത് ചെമ്പരത്തിപ്പൂവ്, നമ്മുടെ നാടൻ ചെമ്പരത്തിപ്പൂവ്. ഈ ചെമ്പരത്തിപ്പൂവാണ് ഏറ്റവും ഗുണം. എല്ലാ പൂക്കളും ഇടാം, എന്നാലും. ഇത് കീഴാർ നെല്ലിയാണ്, നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത് തുളസിയില, എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. ഇത് പനിക്കുറുക്ക, അതിൻ്റെ ഇലയും ഉപയോഗിക്കാറുണ്ട്. ഇത് പൂവൻകൊടന്തലാണ്. ഇതും പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് മൈലാഞ്ചി ഇലയും തെറ്റിപ്പൂവും കൂടാണ്. ഇതും നമ്മൾ എണ്ണയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കരിഞ്ജീരകവും, പിന്നെ അങ്ങാടിക്കടയിൽ ചെന്നിട്ട് നമുക്ക് എണ്ണ കാച്ചാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചൊരു കൂട്ട് തരും, കുറച്ച് പൊടികളെല്ലാം കൂടെ. അതും കൂടി ഈ എണ്ണയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ ഇലകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിക്കകത്തിട്ടങ്ങ് അരച്ച് കൊത്തോടു കൂടി തന്നെയാണ് അമ്മ എപ്പോഴും കാച്ചാറുള്ളത്. അത് നമ്മുടെ ഉരുളി വെക്കുക. ഉരുളിക്കകത്തേക്ക് ഈ കൊത്ത് ഉൾപ്പെടെ കുറച്ച് വെള്ളം കൂടെ വെച്ചാണ് അരയ്ക്കാറുള്ളത്. അത് ഉരുളിയിലേക്ക് അരച്ചതങ്ങ് ഒഴിച്ച് അതിൻ്റെ കൂടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന എണ്ണ എടുക്കരുത്. വീട്ടിലുണ്ടെങ്കിൽ ആട്ടിയ എണ്ണ തന്നെ നമ്മൾ ഉപയോഗിച്ചാണ് കാച്ചുന്നത്. ഈ നീരെല്ലാം കൂടെ ആദ്യമേ ഇതിനകത്തേക്ക് ഒഴിക്കും. ഒഴിച്ചതിന് ശേഷം കൂടെ എണ്ണയും ഒഴിച്ച് 2 കിലോ എണ്ണയാണ് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ എടുക്കാനും വേണ്ടി എടുത്തതല്ല, അല്ലാതെ ഞങ്ങൾ കാച്ചിയപ്പോൾ ആ വീഡിയോ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വീഡിയോ അങ്ങനെ അറിയത്തില്ല. പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എല്ലാ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം. പിന്നെ ഇത് കാച്ചി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കി നല്ല മണമായിരിക്കും. നല്ല തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല മണം വരും. അതിനകത്ത് കരിഞ്ജീരകം വേണമെങ്കിൽ ഉപയോഗിക്കാം. മുടി നരയ്ക്കാതിരിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. കുറച്ച് കരിഞ്ജീരകം ഉപയോഗിച്ചാൽ മതി, നമുക്ക് നര വരത്തില്ല. നല്ല കറുത്ത കളറ് തലയിൽ മുടിക്കൊക്കെ വരും. അതിന് വേണ്ടിയിട്ടാണ്. വൈറ്റമിൻ B12 കൂടുതൽ കഴിച്ചാലാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം വരുന്നത്. അതിൻ്റെ കൂടെ കാച്ചുന്ന എണ്ണയിൽ കുറച്ച് കരിഞ്ജീരകം കൂടെ ഉപയോഗിച്ചാൽ നല്ലതാണ്. മുടി നരയ്ക്കത്തില്ല. പിന്നീട് താരൻ്റെ ശല്യം, പിന്നെ മുടി കൊഴിച്ചിൽ, മുടിയുടെ പൊട്ടൽ എല്ലാം മാറ്റുന്നതായിരിക്കും ഈ എണ്ണ. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് വീഡിയോ എടുത്തിരുന്നത്. ഇത് ഇളക്കി ഒരുപാട് നേരം ഇളക്കണം. നല്ല മണവും വരും. എന്നിട്ട് പത പറ്റണം. പത പറ്റുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, ഒരു തുള്ളി പത പോലും കാണാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്കിത് വാങ്ങി വെക്കാൻ പാടുള്ളൂ. നമ്മൾ ഇളക്കിയിട്ട് നോക്കണം. അതിനകത്ത് ഒരു തുള്ളിയെങ്കിലും ഉണ്ട്. പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പത പറ്റി കഴിയുമ്പോൾ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസിനകത്താണ് ഞങ്ങൾ കാച്ചിയിരിക്കുന്നത്. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി വെച്ച് ഇതിനകത്ത് നമ്മൾ അഞ്ജനക്കല്ലെന്ന് പറയുന്ന ഒരു സാധനം ഇടാറുണ്ട്. അത് അങ്ങാടിക്കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാറുള്ള അഞ്ജനക്കല്ലെന്ന് പറയും. അഞ്ജനക്കല്ല് അത് നമ്മൾ കോരി അരിക്കാൻ തുടങ്ങുകയാണ് ഇനിയിപ്പം. ഇതാണ് അഞ്ജനക്കല്ല്. ഇത് അങ്ങാടിക്കടയിൽ നിന്ന് കുഞ്ഞ് കവറിനകത്ത് കിട്ടും. അത് നമ്മൾ ഈ എണ്ണയിൽ
എണ്ണയിൽ ഒരു 2-3 ഇട്ടിട്ട് ബാക്കി അരിക്കുന്ന ആ പാത്രത്തിനകത്തോട്ടാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ഇട്ടതിന് ശേഷം ഈ തുണി ഒരു തുണി വെച്ച് അതിൻ്റെ മുകളിൽ വിരിച്ച് ഈ എണ്ണയെ കോരി അതിലേക്ക് ഒഴിച്ച് ഈ കൊത്തെല്ലാം അതിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ കൈ പൊള്ളും. തിളച്ച എണ്ണയാണ്, ആരുടെയും ദേഹത്ത് വീഴാതെ സൂക്ഷിക്കണം. ഈ എണ്ണ മൊത്തം അതിലേക്ക് കൊത്തുൾപ്പെടെ കോരിയെടുത്ത് ആ തുണിയിലേക്ക് ഒഴിച്ച് അരിക്കുകയാണ് ചെയ്യുന്നത്. നല്ല മണമാണ് എണ്ണയ്ക്ക്. നല്ല കാച്ചി തിളയ്ക്കുമ്പോഴേ മണം തുടങ്ങും. നല്ല മണമാണ്. മുടിക്കും അതുകൊണ്ട് അതേപോലെ മണമായിരിക്കും കാച്ചി എണ്ണ തേക്കുമ്പോൾ. പിന്നെ ഇത് മൊത്തം ഊറ്റിയെടുത്ത് അരിച്ചതിന് ശേഷം ഈ എണ്ണ ആറാൻ വെക്കും. ആറിക്കഴിഞ്ഞിട്ട് ഇതിനകത്ത് പച്ചക്കർപ്പൂരം എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇടും. അത് എണ്ണയ്ക്ക് കൂടുതൽ മണം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ട് ആറിയ ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. ഈ എണ്ണ ഉപയോഗിക്കുന്നവർ സൈനസൈറ്റീസ്, പിന്നെ ശ്വാസമുട്ടൽ അങ്ങനെയൊക്കെ ഉള്ളവർ ഡെയിലി യൂസ് ചെയ്യരുത്. കാരണം ഇതെല്ലാം നല്ല തണുപ്പുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നത്. എല്ലാത്തിനും നല്ല തണുപ്പായിരിക്കും, തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്വാസമുട്ടൽ കൂടാനിടയുണ്ട്. പിന്നീട് അങ്ങനെയുള്ളവർ ആഴ്ച 2 ദിവസം കാണും തേച്ചാൽ മതി. അല്ലാത്തവർ ഡെയിലി യൂസ് ചെയ്യണം. മുടിക്ക് നല്ല ബലവും ഇതും കിട്ടും. ഇതേപോലത്തെ കുപ്പിക്കകത്ത് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ കയ്യിൽ നനവ് പറ്റാതെ ഒരു തുള്ളിയും മിസ് ചെയ്യാതെ നമുക്ക് എണ്ണ മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാലത്ത് ഇത് ചീത്തയാവത്തില്ല. തോനെ കാച്ചി വെച്ചിരുന്നാലും ഒത്തിരി നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് എന്തായാലും ഈ എണ്ണ കാച്ചി എല്ലാവരും ഉപയോഗിക്കണം. ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ അഭിപ്രായം അറിയിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.